Hey, Assalamualaikum. Welcome back to yet another vlog. ഇന്ന് രാവിലെ തന്നെയായിരുന്നു ഗ്രോസറി ഷോപ്പിംഗ്. എനിക്ക് പ്ലാൻ ചേഞ്ച് ആയിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് ഒന്നും എക്സ്ട്രാ ഒന്നും ഫ്രിഡ്ജിലുണ്ടായിരുന്നില്ല, പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് പോയിട്ട് തൊട്ടടുത്തൊരു ഗ്രോസറി ഷോപ്പുണ്ട്, അവിടെ നിന്ന് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നത്തേക്കുള്ളത് പിറ്റേന്ന് എന്തായാലും ട്രാവൽ ചെയ്യാനുണ്ട്. പിന്നെ ഉച്ചക്ക് എനിക്ക് ഉണ്ടാക്കാനുള്ളത് ഒരു ഹെർബ് റൈസ് ആണ്. ഇത് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ എടുക്കാറുണ്ടോ? വെരി ഈസി ടു മേക്ക്. നമുക്ക് ആക്ച്വലി ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് മിക്സ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുതിർത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറാണ്. ദോശ ബാറ്റർ എക്സ്ട്രാ ഉണ്ടായിരുന്നു, കുറച്ച് അധികം വെച്ചതുണ്ട്. സാമ്പാർ എൻ്റെ ഫ്രണ്ട് ഒന്ന് കൊണ്ടു തന്നതാണ്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോർട്ടഡ് ആയിരുന്നു, എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി സാമ്പാറും ദോശയും കഴിക്കാൻ പോകുന്ന മുമ്പ് തന്നെ ചോറൊന്നും ജസ്റ്റ് ഒന്നും പുതിർത്ത് വെക്കാനായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് തിരിച്ച് വന്നിട്ട് അത് ആക്കാമല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യുന്ന ആവശ്യമില്ല. ഞാൻ കുറച്ച് വൈകിട്ടാണ് കയറിയത്, എനിക്കൊന്നും വർക്കിന് പോകാനോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു. വേറൊരു കാര്യം, എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഷോർട്ട് വീഡിയോസിൽ ഇങ്ങനെ ചോദിക്കലുണ്ട്, ഞാൻ എന്ത് വർക്കാണ് ചെയ്യുന്നത്, എന്താണ്, എല്ലാം വർക്ക് ചെയ്യാനോ കോർപ്പറേറ്റ് ഫീൽഡിലാണോ എല്ലാം ചോദിച്ചിട്ട്. ആക്ച്വലി ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഓൺട്രപ്രണറാണ്. ഇപ്പോൾ ഒരു 8-9 വർഷമായി ഈ ഫീൽഡിൽ. പിന്നെ വ്ളോഗിങ് ഞാനിങ്ങനെ ചുമ്മാ എനിക്കും എൻ്റെ ഒരു സമാധാനത്തിനൊരു പാഷൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും എനിക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം വ്ളോഗിൽ ഞാൻ യൂഷ്വലി എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ തീർത്തിട്ട് നമ്മൾ വർക്കിലേക്ക് ഇറങ്ങുക, വർക്ക് ലൈഫ് ബാലൻസ്, അങ്ങനത്തെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ കഴിക്കാൻ പോകുന്ന മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു റൈസ് ഒന്നും പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ ചോറൊന്നും വേവിക്കാനായിട്ട് വെച്ചു. ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ ബിരിയാണി റൈസ് അല്ലേ, അത് യൂസ് ആക്കാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി പൊതുവെ എൻ്റെ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയും, നോൺ വെജ് ഐറ്റംസ് ഞാൻ മീൽ പ്രിപ്പ് ചെയ്തിട്ട് 1 വീക്കത്തേക്കുള്ളത് മാരിനേറ്റ് ചെയ്ത് ചിക്കനോ ബീഫോ വാട്ട് എവർ ഞാനിങ്ങനെ ഫ്രീസറിൽ വെക്കും. പക്ഷേ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ രാവിലെ തന്നെ വാങ്ങേണ്ടി വന്നു, പ്ലാൻ ചേഞ്ച് ആയതുകൊണ്ട്. ഞാൻ കുറേ എൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, എനിക്ക് ഒരു മാസം 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട്, ഇങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരലുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ആവലും അങ്ങനെയൊക്കെ. അപ്പം ഇന്നത്തെ ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു ഹെർബ് റൈസാണ്. ചില്ലി ഗാർലിക് ഹെർബ് റൈസും പിന്നെ വന്നിട്ട് ചിക്കൻ്റെ ഒരു ഗ്രേവിയും, ക്രീമി ചിക്കൻ ഗ്രേവി. ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞൊരു 15 മിനിറ്റ് മതി. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ ചിക്കൻ പർച്ചേസ് ചെയ്യുമ്പം എപ്പോഴും കുഞ്ഞ് പീസായിട്ട് വാങ്ങുക. എസ്പെഷ്യലി വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ ചെറിയ പീസായിട്ട് ചിക്കൻ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഒന്നുമില്ല, അപ്പോൾ ആദ്യം തന്നെ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഹെർബ് റൈസ് ഉണ്ടാക്കാനായിട്ട് ചില്ലി ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് ഗീയിൽ ചില്ലിയും ഗാർലിക്കും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് അതൊന്ന് ഒരു കളർ മാറും, ഒരു ബ്രൗണിഷ് കളർ ആവണം. സൈഡിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ കുറച്ച് ബട്ടർ ഇട്ടിട്ട്, എനിക്ക് ഗീ വേണമെങ്കിൽ ഇടാം, കുറച്ച് ഗാർലിക് ഇട്ടിട്ട് ചിക്കൻ ബോൺലെസ് ആയിട്ട് ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലാക്കി ഇങ്ങനെ ചതച്ചെടുക്കുക. മിക്സിയിൽ ഞാൻ എന്താണെന്നറിയോ അരച്ചെടുക്കാതെ, മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അത്ര ആവില്ല. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മിക്സിയിലാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലേക്ക് മേക്കിംഗ് ഫോർ ജസ്റ്റ് 2 പീപ്പിൾ. അതുകൊണ്ടാണ്. അപ്പോൾ അത് ചതച്ചെടുത്തിട്ട് അതേ പാനിൽ തന്നെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് ഹെർബ്സ് അല്ലേ, ഇറ്റാലിയൻ ഹെർബ്സ്, നമ്മൾ ഈ പിസ്സയിലേക്ക് ഇടുന്ന ഇറ്റാലിയൻ ഹെർബ്സ്, ഒറിയാനോ, പാർസലി, അത് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലെല്ലാം മൊത്തത്തിലുള്ളത് കൊണ്ട് ഞാനങ്ങനെ ഇട്ടു എന്ന് മാത്രം. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് സോയ് സോസും ടൊമാറ്റോ സോസും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് അല്ല, ആക്ച്വലി ടൊമാറ്റോ പേസ്റ്റ് മാറിപ്പോയതാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ടൊമാറ്റോ പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് തക്കാളി ജസ്റ്റ് ഒന്നിങ്ങനെ
ചതച്ചെടുത്തിട്ട് ഇട്ടാലും മതി. അതും ഓപ്ഷണലാണ്, അതില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. എന്നിട്ട് വേവിച്ച റൈസ് ഇട്ട് കൊടുക്കുക. മേക്ക് ഷുവർ ബാസ്മതി റൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ശ്രദ്ധിക്കുക, പെട്ടെന്ന് വേവും കേട്ടോ. ഞാനിങ്ങനെ ബോയിൽ ചെയ്തിട്ടാണ് എടുത്തത്, നെയ്ച്ചോറ് ആക്കിയിട്ട് എടുത്തതല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇത് മട്ട റൈസിലാക്കാം, ഹെൽത്തിയർ ഓപ്ഷൻ നോക്കണമെങ്കിൽ. വൈറ്റ് റൈസ് വേണ്ടെങ്കിൽ അങ്ങനെയോ ആക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പൊന്നി റൈസ് അല്ലേ അതിലും ആക്കാം. പിന്നെ മേലെ കുറച്ചൊന്ന് ഹേർബ്സൊക്കെ ഇട്ട് കുറച്ച് കൊറിയാൻഡർ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ലഞ്ച് ബോക്സ് ഫ്രണ്ട്ലി ആണ്, ഇങ്ങനെ ലീക്കേജ് ആവില്ല, അതായത് ലീക്ക് പ്രൂഫാണ്, അങ്ങനെ ലീക്കൊന്നും ആവില്ല. കറിയില്ലെങ്കിലും ഇതിൻ്റെ മുകളിൽ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാലും നമുക്ക് കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം. ഇത് സേവ് ചെയ്ത് വെക്കുക വീഡിയോ. പിന്നെ സൈഡ് ബൈ സൈഡ് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന് മാറ്റിയിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് ഇതിനൊരു ഗ്രേവി ആക്കി എടുക്കാം. ഞാനിവിടെ ആക്കാൻ പോകുന്നത് ക്രീമി ഗ്രേവിയാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഈ ഗ്രേവി ഇല്ലെങ്കിൽ ആ ചിക്കൻ, അതായത് ആ റൈസ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നും ആ റൈസിൻ്റെ ഒപ്പം തന്നെ ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് സൈഡിൽ ഫ്രൈ ചെയ്തിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് സോസി ആക്കാനും പറ്റും, കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. പിന്നെ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോയുടെ പേസ്റ്റ്, പറഞ്ഞ മാതിരി ടൊമാറ്റോയുടെ പ്യൂരെ ഉണ്ടായിരുന്നു കയ്യിൽ, അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതില്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും, ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മുടെ പശുവും പാൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ബോയിലായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ വേവിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അഥവാ കൂടി പോവുകയാണെങ്കിൽ കുറച്ചൊന്നും നമ്മുടെ കോൺഫ്ലവർ സ്ലറിയല്ലേ, ജസ്റ്റ് ഒന്ന് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് 1 സ്പൂൺ 2 സ്പൂണൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 സ്പൂണ് പോലെയല്ല, ആക്ച്വലി 1 സ്പൂണാവും. ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കാത്തതുകൊണ്ട് ഒബ്വിയസ്ലി കിച്ചടിയാണ് എടുക്കുന്നത്. ഞാൻ ഇത് തന്നെ ഒരു റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേയിൽ, ഒരു എൻ്റെ മീൽ പ്രെപ്പിൻ്റെ. പിന്നെ അതിനകത്ത് കുറച്ച് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ആക്കേണ്ടതെന്ന് കുറച്ച് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രിപ്പറേഷനൊക്കെ നേരത്തെ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കധികം വലിയ പരിപാടിയൊന്നും പണിയൊന്നും വരത്തില്ല. ഞാൻ ഈ എന്താ പറയുക, നമ്മൾ സൈഡ് ബൈ സൈഡ് ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ തന്നെ സൈഡിൽ ഈ കിച്ചടിക്കുള്ള പ്രിപ്പറേഷനും നൈറ്റിൽ ഡിന്നറിനുള്ള പ്രിപ്പറേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പരിപാടിയൊന്നും എടുക്കത്തില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുക്കിംഗ് ഭയങ്കര ഇതാണെന്ന്. ഒബ്വിയസ്ലി കുക്കിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇത് കംപ്ലീറ്റ്ലി ഇത് ചോയ്സ്. ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുക്കിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ ചെയ്തേ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് വീക്ക്ലി ഏതൊക്കെയാണ് വേണ്ടത് പ്ലാൻ ചെയ്ത് ചെയ്യുമെങ്കിൽ വളരെ ഈസി ആയിട്ട് വിത്തിൻ 1 hour തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വലിയ കാര്യമൊന്നുമില്ല. ചിക്കൻ മസാല വെച്ചിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബേസിക് കടുക് താളിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കൻ ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, അടച്ച് വെച്ചിട്ട് വേവിക്കുക. അത്രേ ഉള്ളൂ. അത് സൈഡിൽ എങ്ങ് കിടന്ന് വെന്തോളും. പിന്നെ എനിക്ക് ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ചിക്കനോട് പ്രത്യേക ഒരു താല്പര്യമുള്ളത് കൊണ്ട് ഞാനതാണ് ഉണ്ടാക്കുന്നത്. പറഞ്ഞ മാതിരി നൈറ്റിൽ ഇഫ് യു വോണ്ട് ദോശ ബാറ്ററോ യൂസ് ചെയ്യാം, പുട്ട് യൂസ് ചെയ്യാം, ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും പോവും. സോ അത്രേ ഉള്ളൂ. ലഞ്ച് ബോക്സിന് പിള്ളേർക്ക് ഇത് കൊടുത്തു വിടാനും പറ്റും. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ രാത്രി, നിങ്ങൾ എപ്പോഴും എൻ്റെ വ്ളോഗിൽ, രാത്രിയല്ല ആക്ച്വലി ഈവനിങ്, നിങ്ങൾ എപ്പോഴും എൻ്റെ വ്ളോഗിൽ രാവിലെ ഇങ്ങനെ കാണാറില്ല പുറത്തത്തെ കാഴ്ച. ഞാൻ ഇങ്ങോട്ട് നടക്കാനൊന്നും വളരെ കുറവാണ്, പോകലില്ല. പക്ഷെ അന്ന് ചുമ്മാ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ നടക്കാൻ പോയതാണ്. വൈകിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ നടന്നു വന്നു, ഒരു കുറച്ച് റിഫ്രഷ് ആവാൻ വേണ്ടി. മഴ ഒന്നും ഇല്ലായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ്. ദെൻ ബൈ, സീ യു ലേറ്റർ.